ബിഗ് ബോസ് ഹൗസിൽ വന്ന് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഗെയിമറായും എന്റർടൈനറായും ആരാധകരെ സമ്പാദിച്ച മത്സരാർത്ഥിയായിരുന്നു DJ സിബിൻ ബെഞ്ചമിൻ. മോശം വാക്കുകൾ ഉപയോഗിക്കാത്ത സംസാരത്തിലെ ഒഴുക്ക്, വ്യക്തമായ കൗണ്ടറുകൾ, ഹ്യൂമർ സെൻസൊക്കെയാണ് സിബിന്റെ പ്രത്യേകത. പക്ഷേ 2 ആഴ്ച പിന്നിട്ടപ്പോൾ മാനസിക സമ്മർദ്ദം മൂലം സിബിൻ പുറത്തുപോയി. ഹൗസിൽ വെച്ച് പറയാനാകാത്ത സിബിന്റെ വ്യക്തിജീവിതം പ്രേക്ഷകർ അടുത്തറിഞ്ഞതും ബിഗ് ബോസിന് ശേഷമാണ്. സിബിന്റെ ഭാര്യ ചിഞ്ചു ഗുരുതരമായ ആരോപണങ്ങളാണ് സിബിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. തന്നോടും മോനോടും ചെയ്യാൻ പാടില്ലാത്തത് സിബിൻ ചെയ്തുവെന്നും താരത്തിന് ലിവിംഗ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നുവെന്നുമാണ് ഭാര്യ സോഷ്യൽ മീഡിയ വഴി പറഞ്ഞത്. ഡിവോഴ്സ് തരാതെ സിബിൻ ബുദ്ധിമുട്ടിക്കുകയാണെന്നും സിബിന്റെ ഭാര്യ പറഞ്ഞിരുന്നു. ഭാര്യയുടെ ആരോപണത്തിൽ ഓൺലൈനിലൂടെ പ്രതികരിച്ചെത്തിയിരിക്കുകയാണ് താരം ഇപ്പോൾ. ഭാര്യ തന്നെക്കുറിച്ച് പറഞ്ഞതെല്ലാം വേണ്ടാദിനങ്ങളാണെന്നാണ് സിബിൻ പറയുന്നത്. എൻ്റെ ഭാര്യ എന്നെക്കുറിച്ച് ഒരുപാട് വേണ്ടാദിനങ്ങൾ പറഞ്ഞു. ഞാൻ ഇതുവരെ അതിന് മറുപടി കൊടുത്തിട്ടില്ല. കാരണം എനിക്കറിയാം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന്. ഡിവോഴ്സ് ആവശ്യമുള്ളവർ അത് കോടതിയിൽ വന്ന് ആവശ്യപ്പെടണം. യൂട്യൂബിൽ ഡിവോഴ്സ് കൊടുക്കുന്ന പരിപാടിയുണ്ടോ? എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് പരസ്പര ബന്ധമുണ്ടെന്നൊക്കെയാണ് പുള്ളിക്കാരി പറയുന്നത്. ചാറ്റും പുറത്തുവിടുന്നുണ്ട്. ചാറ്റ് പുറത്തുവിടുമ്പോൾ മുഴുവനായും പുറത്തുവിടണം. ഞങ്ങൾ പിരിഞ്ഞു താമസിക്കാൻ തുടങ്ങിയിട്ട് 5 വർഷമായി. അപ്പോഴൊന്നുമില്ലാത്ത പ്രശ്നം ഇപ്പോൾ ഞാൻ ഷോയിൽ നിന്ന് എലിമിനേറ്റ് ആയപ്പോൾ എങ്ങനെ വന്നു? ജാസ്മിന്റെ ആർമിയിലുള്ള നിയാസ് എന്നയാളെ വരെ എൻ്റെ ഭാര്യ കോണ്ടാക്ട് ചെയ്തിരുന്നു. പക്ഷേ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ഞാൻ മീഡിയയിൽ ചർച്ച ചെയ്യില്ലെന്ന് സിബിൻ പറയുന്നു. എൻ്റെ മകൻ്റെ പ്രശ്നങ്ങൾ ഞാൻ മീഡിയയിൽ ചർച്ച ചെയ്താൽ ഭാവിയിൽ അത് അവനെ ബാധിക്കും. ഒരു പെൺകുട്ടിയുടെ പേര് ചേർത്ത് എൻ്റെ പേര് പറയുമ്പോൾ ആ പെൺകുട്ടിക്ക് ഒരു ലൈഫ് ഉണ്ടെന്ന് ചിന്തിക്കണം. എൻ്റെ ഇമേജ് നശിപ്പിക്കുകയാണ് ലക്ഷ്യം. പക്ഷെ ഇതൊന്നും എന്നെ ബാധിക്കില്ല. ഞാൻ തെറ്റ് ചെയ്തെന്ന് പുള്ളിക്കാരി കോടതിയിൽ വന്ന് തെളിയിക്കട്ടെ. ഞാൻ തിരിച്ചു സംസാരിക്കാൻ തുടങ്ങിയാൽ പുള്ളിക്കാരിക്ക് ഇതിനേക്കാൾ ഹേർട്ടാകും. ചാറ്റൊക്കെ എൻ്റെ കയ്യിലുമുണ്ട്. പണം തന്നാൽ ഈ വിഷയം ചർച്ച ചെയ്യുന്നത് നിർത്താമെന്നാണ് അവൾ എന്നോട് പറഞ്ഞത്. പക്ഷെ പൈസ കൊടുക്കില്ല. അവൾ പറഞ്ഞോട്ടെ. ഞാൻ ഇതുവരെ അവളെക്കുറിച്ച് ഒരു മോശവും സംസാരിക്കുകയുമില്ല എന്ന് കരുതി എനിക്ക് എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ഉണ്ടെന്നും എൻ്റെ മോനെ ഞാൻ നോക്കിയില്ല എന്നൊന്നും വേണ്ടാദീനം പറയരുത്. എൻ്റെ സ്വഭാവം ശരിയല്ലെന്നോ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഞാൻ നിങ്ങളെ നോക്കിയില്ലെന്നോ ഒക്കെ പറഞ്ഞോളൂ. എനിക്ക് ഈ ലോകത്തെ ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തി എൻ്റെ മകനാണ്. പലവട്ടം മകനെ കാണാനുള്ള ആഗ്രഹം കോടതിയിൽ ഞാൻ അറിയിച്ചിരുന്നു. അതിനുള്ള ഓർഡറും വന്നിരുന്നു. പക്ഷേ ഒരിക്കൽ പോലും മോനെ പുള്ളിക്കാരി കൊണ്ടുവന്നില്ല. ഞാൻ അവരുടെ വീട്ടിൽ പോയി കാണാൻ ശ്രമിച്ചാൽ പിന്നെ ഡൊമസ്റ്റിക് വയലൻസ് എന്നൊക്കെ ചാർത്തി വരും. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇതാണ് ഭാര്യയുമായുള്ള പ്രശ്നത്തെക്കുറിച്ച് സിബിന്റെ പ്രതികരണം.